ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച രാസമാറ്റങ്ങൾ എന്ന പാഠത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രകാശരാസ പ്രവർത്തനങ്ങൾ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ താപരാസപ്രവർത്തനം പഠിച്ചപ്പോൾ എന്താ അതിനകത്ത് പറഞ്ഞത്? ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ അവിടെ താപോർജ്ജത്തെ സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്താൽ അത് താപരാസപ്രവർത്തനമായിരുന്നു. ഇനി ഒരു പ്രകാശരാസപ്രവർത്തനത്തിൽ എന്താ സംഭവിച്ചത്? പ്രകാശത്തെ ആഗിരണം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പ്രകാശത്തെ പുറത്തേക്ക് വിട്ടുകൊണ്ടോ നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് പ്രകാശരാസപ്രവർത്തനങ്ങൾ, അല്ലെ? അതേപോലെ തന്നെ വൈദ്യുത രാസപ്രവർത്തനം എന്ന് പറയുമ്പോൾ വൈദ്യുതിയെ സ്വീകരിച്ചുകൊണ്ട്, അതായത് ഒരു രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് അവിടെ വൈദ്യുതിയുടെ ആവശ്യമുണ്ട്. വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു രാസപ്രവർത്തനം നടക്കുന്നതെങ്കിലും അതല്ല, ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ, വൈദ്യുതി ഉണ്ടാവുകയാണെങ്കിലും നമുക്കതിനെ എന്ത് വിളിക്കാം? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ വൈദ്യുത രാസപ്രവർത്തനം എന്ന് വിളിക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം പഠിക്കുന്നത് ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ്. ആ ഒരു എക്സ്പെരിമെന്റിൽ കൂടെ നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ ഇതിനകത്ത് ഒരു ലായനി, ഈ ഒരു ഗ്ലാസിന്റെ പാത്രത്തിൽ നമ്മൾ ഒരു ലായനി എടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലെ? ഒരു ബീക്കറിനകത്ത് നമ്മൾ ലായനി എടുത്ത് വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, എന്ത് ലായനിയാണ് എടുത്തിരിക്കുന്നത്? കോപ്പർ സൾഫേറ്റിന്റെ നേർപ്പിച്ച ലായനിയാണ് എടുത്തിരിക്കുന്നത്. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ CuSO4, കോപ്പർ സൾഫേറ്റിന്റെ നേർപ്പിച്ച ലായനിയാണ് എടുത്തിരിക്കുന്നത്. പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോപ്പർ സൾഫേറ്റിന്റെ നിറം എന്ത് എന്നുള്ളത്. കോപ്പർ സൾഫേറ്റിന്റെ നിറം എന്താ? ഇവിടെ നിങ്ങൾക്ക് ഏത് കളർ കാണാൻ കഴിയുന്നു? നീല നിറം കാണാൻ കഴിയുന്നു, അല്ലെ? അപ്പൊ കോപ്പർ സൾഫേറ്റിന്റെ നിറം നീലയാണ്. ഇനി അതിലേക്ക് നമ്മൾ രണ്ട് ദണ്ടുകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. കാർബൺ കൊണ്ട് നിർമ്മിച്ച രണ്ട് റോഡ്സ് അല്ലെങ്കിൽ രണ്ട് ദണ്ടുകൾ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ദണ്ടുകളെ നമ്മളൊരു ബാറ്ററിയുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു സ്വിച്ചും വെച്ചിട്ടുണ്ട്. ഓക്കെ, ബാറ്ററിയുടെ ചെറിയ വര നെഗറ്റീവിനെയും വലിയ വര പോസിറ്റീവിനെയും ആണ് സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. 7ാം ക്ലാസ്സിലെ ഭാഗത്ത് നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു നെഗറ്റീവുമായിട്ട് നമ്മൾ ഒരു കാർബൺ ദണ്ടിനെയും പോസിറ്റീവുമായിട്ട് നമ്മൾ അടുത്ത കാർബൺ ദണ്ടിനെയും എന്ത് ചെയ്തിരിക്കുകയാണ്? ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, ശരി. ഇവിടെ ഈ ഒരു കോപ്പർ സൾഫേറ്റ് ലായനിയെ നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്നാണ് വിളിക്കുക. ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കും. ഇലക്ട്രോലൈറ്റ് എന്ന് വിളിക്കും. ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന ഈ രണ്ട് ദണ്ടുകളില്ലേ, ഈ ദണ്ടുകളെ നമ്മൾ ഇലക്ട്രോഡുകൾ എന്ന് വിളിക്കും. ഇലക്ട്രോഡുകൾ എന്ന് വിളിക്കും. ഇലക്ട്രോഡുകൾ, ഇതിനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ. ഇലക്ട്രോഡുകൾ എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇതിൽ കൂടെ എന്ത് കടന്നു പോകും? കറണ്ട് കടന്നു പോകും, അല്ലെ? ഇങ്ങനെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഈ ഒരു ബീക്കറിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോപ്പർ സൾഫേറ്റിന് ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ വിഘടനം നടക്കുന്നു. അതായത് കോപ്പർ സൾഫേറ്റിൽ കോപ്പറും സൾഫേറ്റും ഉണ്ട്. ഓക്കെ, Cu കോപ്പർ ആണ്, SO4 സൾഫേറ്റ് ആണ്. ഈ കോപ്പറും സൾഫേറ്റും അതെന്താവാൻ തുടങ്ങുന്നു? സ്പ്ലിറ്റ് ആകാൻ തുടങ്ങുന്നു. നമ്മൾ കറണ്ട് കടത്തിവിടുന്ന സമയത്ത് ഈ കോപ്പർ സൾഫേറ്റിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു, രാസമാറ്റങ്ങൾ സംഭവിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു വസ്തു വൈദ്യുതോർജ്ജത്തെ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിസിറ്റിനെ സ്വീകരിച്ചുകൊണ്ട് മാറ്റത്തിന് വിധേയമാകുന്ന ഈ ഒരു പ്രക്രിയ അറിയപ്പെടുന്ന പേര് ഇലക്ട്രോളിസിസ് എന്നാണ്. ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം എന്നറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം. ഈ ഒരു പ്രക്രിയ മൊത്തത്തോടെ അറിയപ്പെടുന്ന പേര് വൈദ്യുത വിശ്ലേഷണം എന്നാണ്. ഇലക്ട്രോളിസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ആരാണ് രാസമാറ്റത്തിന് വിധേയമായത് അല്ലെങ്കിൽ ആർക്കാണ് വിഘടനം സംഭവിച്ചത്? കോപ്പർ സൾഫേറ്റിനല്ലേ വിഘടനം സംഭവിച്ചത്? ഇങ്ങനെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഏത് ആർക്കാണോ വിഘടനം സംഭവിക്കുന്നത് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റുകൾ. അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോലൈറ്റുകൾ. ഓക്കെ, ജസ്റ്റ് നമുക്കിതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഈ ഒരു പരീക്ഷണത്തിൽ എന്താ കാണുന്നതൊക്കെ പഠിക്കാം. നോക്കൂ, വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമുക്ക് ആരെയൊക്കെ യൂസ് ചെയ്യാം? ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമുക്ക് ആസിഡുകളെ ഉപയോഗിക്കാം, ആൽക്കലികളെ ഉപയോഗിക്കാം, ഇനി ലവണങ്ങൾ, സോൾട്ടുകളെ ഉപയോഗിക്കാം. ലവണം എന്ന് പറഞ്ഞാൽ സോൾട്ട്. ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സോൾട്ട് ഏതാ? ഉപ്പ് ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണെന്ന് അറിയാമോ നിങ്ങൾക്ക്? സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പാണ്. ഇവിടെ സോഡിയവും ക്ലോറിനും ചേർന്നിട്ടാണ് ഈ ഉപ്പ് ഉണ്ടായിരിക്കുന്നത്, അല്ലെ? നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഉപ്പ് ഉണ്ടായിരിക്കുന്നത്. ഇതേപോലെ പലതരത്തിലുള്ള ആൾക്കാർ കൂടി ചേർന്നിട്ട് പലതരം സോൾട്ടുകളുണ്ട്, പലതരം ഉപ്പുകളുണ്ട്. ഈ ഉപ്പുകളെയൊക്കെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? ഇലക്ട്രോലൈറ്റുകളായിട്ട് യൂസ് ചെയ്യാം.
ഇവിടെ ഈ ഉപ്പ് എന്ന് പറയുന്നത് ഖരരൂപത്തിലല്ലേ ഇരിക്കുന്നത്, കട്ടിയായിട്ട് സോളിഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. നമുക്ക് അങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ആ ഉപ്പിന് നമുക്ക് വെറുതെ ഇങ്ങനെ പൊടിയായിട്ട് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ നമുക്ക് ഈ സോൾട്ടിനെ ലായനിയാക്കാം, അതായത് വെള്ളവും കൂടി ചേർത്തിട്ട് ജലവും കൂടി മിക്സ് ചെയ്തിട്ട് ജലീയ ലായനിയാക്കി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ ഉപ്പിനെ വെള്ളമൊന്നും ചേർക്കാതെ വെറുതെ നമുക്ക് ഉരുക്കിയെടുക്കാം. ഓക്കെ, ഉരുക്കിയെടുക്കുകയാണ്, നമ്മളിങ്ങനെ മോൾട്ടൺ ആയിട്ട് ഉരുക്കിയ രൂപത്തിൽ നമ്മൾ എടുക്കുകയാണ്. ഈ രണ്ട് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോലൈറ്റുകളായിട്ട് സോൾട്ടിനെ ഉപയോഗിക്കാം. ഒന്ന് വായിച്ചു നോക്കൂ. സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് എന്നിവയെല്ലാം ഇലക്ട്രോലൈറ്റുകളാണ്. ഇതെല്ലാം പലതരം ലവണങ്ങളാണ്, പലതരം സോൾട്ടുകളാണ്. ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ തുടങ്ങിയവയെല്ലാം ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനികളിലും ഇലക്ട്രോലൈറ്റുകളാണ്. ഉരുകിയിരിക്കുന്ന അവസ്ഥയിലും വെള്ളവുമായി ചേർന്ന് ലായനിയാക്കിയാലും ഇവരെയൊക്കെ നമുക്ക് ഇലക്ട്രോലൈറ്റുകളായിട്ട് ഉപയോഗിക്കാം. ഇനി ഈ ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ടുകളെ ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നു. നമ്മളിവിടെ കണ്ടു അല്ലെ, ഈ ബാറ്ററിയുമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ച രണ്ട് കാർബൺ ദണ്ടുകൾ കണ്ടില്ലേ ഇവിടെ. ഈ കാർബൺ ദണ്ടുകളെ നമുക്ക് ഇലക്ട്രോഡുകൾ എന്ന് വിളിക്കാം. ഇവിടെ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ കൂടുതലായിട്ട് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വലിയ ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇതിനകത്ത് ഈ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിനെ നമ്മൾ ആനോഡ് എന്ന് വിളിക്കും, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിനെ നമ്മൾ കാഥോഡ് എന്ന് വിളിക്കും. ഇവന്മാരെ രണ്ടുപേരെയും കൂടി ചേർത്തിട്ട് പൊതുവെയാണ് നമ്മൾ ഇലക്ട്രോഡുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോഡുകൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ശരി. കറണ്ട് കടത്തി വിടുന്ന സമയത്ത് ഇവിടെ എന്ത് മാറ്റമാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ കോപ്പർ സൾഫേറ്റിന്റെ നിറം എന്താന്ന് ചോദിച്ചാൽ നീല നിറമാണ് അല്ലെ. നമ്മൾ വൈദ്യുതി കടത്തി വിട്ട് കഴിയുമ്പോൾ ഈ കോപ്പർ സൾഫേറ്റിന്റെ ഈ ലായനിയുടെ നിറം എന്ത് ചെയ്യുന്നു, ലായനിയുടെ നിറം മങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ ലായനിയുടെ നിറം പതിയെ 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 ഫെയ്ഡ് ആവാൻ തുടങ്ങുന്നു. ആദ്യം ഉണ്ടായിരുന്ന അത്രയും കളർ പിന്നീട് ഉണ്ടാവില്ല. ഇനി ഈ കാർബൺ ദണ്ടിൽ ഒരെണ്ണത്തിൽ എന്തുണ്ടാവും, ഒരു ബ്രൗൺ കളർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കാർബൺ ദണ്ടാണ് നമ്മൾ എടുത്തു വെച്ചത്. ഇതിൽ ഒരെണ്ണത്തിനകത്ത് ഏത് കളർ കാണാൻ പറ്റും, ഒരു ബ്രൗൺ നിറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീക്ഷിക്കാൻ സാധിക്കും. ഒരു തവിട്ട് നിറം അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ നമുക്ക് വീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇവിടെ നമ്മൾ കറണ്ട് കടത്തി വിട്ട് കഴിയുമ്പോൾ നടക്കുന്ന ആ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ CuSO4 ഇത് ഇങ്ങനെ ഇരുന്നപ്പോൾ അതിന് നീല നിറം ഉണ്ടായിരുന്നു അല്ലെ. നമ്മൾ കറണ്ട് കടത്തി വിടുന്ന സമയത്ത് ഈ കോപ്പർ സൾഫേറ്റിന് മാറ്റം ഉണ്ടാകുമല്ലോ. വൈദ്യുതി കടത്തിവിടുന്ന സമയത്ത് രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ അല്ലെ. അപ്പൊ ഇവിടെ കോപ്പർ സൾഫേറ്റ് അല്ലേ ഇലക്ട്രോലൈറ്റ് ആയിട്ട് പ്രവർത്തിച്ചത്. അപ്പൊ ഈ കോപ്പർ സൾഫേറ്റ് Cu2+ SO4 മാറും. ഈ ഒരു ലായനിയുടെ അകത്ത് കോപ്പർ സൾഫേറ്റ് വിഘടിക്കുകയാണ്. ഇതിനകത്തുള്ള കോപ്പർ സൾഫേറ്റ് വിഘടിച്ചിട്ട് Cu2+ SO4 മാറുന്നു. Cu2+ SO4 എന്ത് ചെയ്യുന്നു, മാറുന്നു. ഓക്കെ, ഈ ഒരു ലായനിയിൽ ഉണ്ടായ കോപ്പർ ഇല്ലേ, ഇത് കോപ്പർ അല്ലേ, ഈ സാധനം Cu എന്ന് പറഞ്ഞ കോപ്പർ ആണല്ലേ. ഈ കോപ്പർ എന്ത് ചെയ്യുന്നു, നമ്മുടെ കാർബൺ ദണ്ടിലേക്ക് പോകുന്നു. നെഗറ്റീവ് ചാർജുള്ള ഈ കാർബൺ ദണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ പോസിറ്റീവ് ചാർജുള്ള കോപ്പർ എന്ത് ചെയ്യുന്നു, പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ വെറുതെ Cu എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ചാർജ് 0 ആണല്ലേ. ഇനി അതിന്റെ കൂടെ ഒരു 2+, ഒരു പ്ലസ് ചാർജ് വരികയാണെങ്കിൽ നമ്മൾ ഇതിനെ അയോൺ എന്നാണ് പറയുക. ഓക്കെ, നമുക്ക് ഒരു ആറ്റത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് ചാർജ് ഉള്ള ആറ്റങ്ങൾക്ക് നമ്മൾ വിളിക്കുന്ന പേര് അയോണുകൾ എന്നാണ്. ഒരു ആറ്റത്തിന്റെ മേലെ പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ അയോൺ എന്ന് വിളിക്കാം. അതിനൊക്കെ പ്രത്യേകം പേരുകളുണ്ട്. നമ്മൾ ബേസിക് ആയിട്ട് ഇത് മനസ്സിലാക്കുക. ഒരു ചാർജ് വന്നു കഴിഞ്ഞാൽ, ഒരു ആറ്റത്തിന്റെ മേലെ, ഒരു മൂലകത്തിന്റെ മേലെ ഒരു ചാർജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അയോണുകൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ Cuന്റെ ചാർജ് എന്താണ്, 2+, പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ. പോസിറ്റീവ് ചാർജുള്ള അയോൺ ആണെങ്കിൽ ഏത് ചാർജുമായിട്ടായിരിക്കും ആകർഷിക്കപ്പെടുക, നെഗറ്റീവുമായിട്ടായിരിക്കില്ലേ ആകർഷിക്കപ്പെടുന്നേ. പോസിറ്റീവ് ചാർജുള്ള ഒരു സാധനം നെഗറ്റീവ് ചാർജുമായിട്ടാണ് ആകർഷിക്കപ്പെടുന്നത്. ഇവിടെ ഈ രണ്ട് കാർബൺ ദണ്ടുകളിൽ കാഥോഡിനല്ലേ നെഗറ്റീവ് ചാർജ് ഉള്ളത്, ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്ത കാഥോഡിന്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജുള്ള Cu2+ നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്ക് പോയി പറ്റിപ്പിടിക്കാൻ തുടങ്ങും. ഇങ്ങനെ പറ്റിപ്പിടിക്കുന്ന സമയത്ത് എന്ത് പറ്റുമെടാ, പറ്റിപ്പിടിക്കുന്ന സമയത്ത് ഈ ഒരു കോപ്പർ വന്ന് ഇതിനകത്ത് പറ്റി പിടിച്ചിട്ടാണ് ഇവിടെ ഒരു ബ്രൗൺ കളർ എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കോപ്പർ വന്ന് ഇങ്ങനെ പറ്റി പിടിക്കുമ്പോൾ ഇവിടെ ഏത് കളർ ഉണ്ടാകുന്നു, ഇവിടെ ഒരു ബ്രൗൺ നിറം നമുക്ക് ഉണ്ടാകുന്നു. പിന്നെ ഈ കോപ്പർ സൾഫേറ്റ്, ലായനിയിലുള്ള കോപ്പർ സൾഫേറ്റ് ഇങ്ങനെ വിഘടിച്ചു പോകുന്നത് കൊണ്ട് തന്നെ ലായനിയിലുള്ള കളർ എന്ത് ചെയ്യുന്നു, കളറ് മങ്ങിപ്പോകുന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ കോപ്പർ സൾഫേറ്റ് ലായനിക്കുണ്ടായ നിറം മാറ്റവും കാർബൺ ദണ്ടിൽ കോപ്പർ നിക്ഷേപിക്കപ്പെട്ടതും ലായനിക്ക് രാസമാറ്റം സംഭവിച്ചു എന്നതിന്റെ തെളിവാണ് അല്ലെ. രാസമാറ്റം സംഭവിച്ചു എന്നതിന്റെ തെളിവാണ്. ഇവിടെ എങ്ങനെയാണ് ഈ രാസമാറ്റം നടന്നത്? നമ്മൾ കറണ്ട് കൊടുക്കുന്നത് വരെ ഈ രാസമാറ്റം നടന്നിട്ടില്ല. നമ്മൾ വൈദ്യുതി കൊടുത്തപ്പോഴാണ് ഈ രാസമാറ്റം നടന്നത്, ശരിയല്ലേ?
അപ്പോൾ ഇവിടെ വൈദ്യുതിയെ അല്ലെങ്കിൽ വൈദ്യുതോർജ്ജത്തെ ആഗിരണം ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു രാസമാറ്റം നടന്നത് ആണല്ലോ. അപ്പൊ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് കോപ്പർ സൾഫേറ്റ് വിഘടിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് എന്ത്? വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ്. നമ്മൾ പറഞ്ഞതാണ് വൈദ്യുതോർജ്ജത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പദാർത്ഥം രാസമാറ്റത്തിന് വിധേയമാവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? അപ്പൊ ഇവിടെ നമ്മൾ എന്താ കണ്ടേ? വൈദ്യുതോർജ്ജം ഉപയോഗിച്ചുകൊണ്ട് ഒരു രാസമാറ്റം നടന്നത് കണ്ടു. ഇതൊരു വൈദ്യുത രാസപ്രവർത്തനത്തിന്റെ എക്സാമ്പിൾ ആണ്. ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് ഒരു വൈദ്യുത രാസപ്രവർത്തനത്തിന്റെ ഉദാഹരണമാണ്. ഇനി നമുക്ക് ഏതെങ്കിലും രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് വൈദ്യുതി ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സ്വീകരിച്ചാലും ഉൽപ്പാദിപ്പിക്കപ്പെട്ടാലും നമ്മൾ വൈദ്യുത രാസപ്രവർത്തനം എന്നല്ലേ പറയേണ്ടത്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഒരു പാത്രത്തിൽ, ഒരു ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് എടുക്കുന്നു. നേർപ്പിച്ച എന്ന് പറയുമ്പോൾ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ആക്കിയ സൾഫ്യൂരിക് ആസിഡ് എടുക്കുന്നു. അതിൽ ഇതേപോലെ നമ്മൾ 2 ദണ്ടുകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു കോപ്പറിന്റെ ദണ്ടും ഒരു സിങ്കിന്റെ ദണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ എടുത്ത് നമ്മളൊരു LED ബൾബുമായിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ നന്നായി മനസ്സിലാക്കുക, ഈ LED ഇപ്പോൾ കത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ ജസ്റ്റ് ഇങ്ങനെ കത്താത്ത നോർമൽ ആയിട്ടുള്ള വെറും ഒരു LED എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ. നോർമൽ ആയിട്ടുള്ള ഒരു LED എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് വെക്കുന്നത്. ഇവിടെ നമ്മൾ വൈദ്യുതി എവിടെയെങ്കിലും കൊടുത്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിടത്ത് നമ്മൾ കറണ്ട് കൊടുത്തിട്ടില്ലല്ലോ. ബാറ്ററി നമ്മൾ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടില്ല. വെറുതെ ഒരു സൾഫ്യൂരിക് ആസിഡ് എടുക്കുന്നു, അതിലേക്ക് കോപ്പറും സിങ്കും നമ്മൾ ഇറക്കി വെച്ചിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? ബാറ്ററി കൊണ്ട് നമ്മൾ കറണ്ട് ഒരിടത്തും കൊടുത്തിട്ടില്ല. ഓക്കെ, പക്ഷേ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഈ LED ബൾബ് കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. LED കത്തണമെങ്കിൽ വൈദ്യുതി ഉറപ്പായും വേണമല്ലോ. വൈദ്യുതി വേണം. പക്ഷെ നമ്മളിവിടെ വൈദ്യുതി കൊടുത്തോ? ഇല്ല. അപ്പൊ എങ്ങനെയായി വൈദ്യുതി ഉണ്ടായത്? ഇവിടെ ഈ സൾഫ്യൂരിക് ആസിഡും ഈ പറഞ്ഞ കോപ്പറും സിങ്കും ഇവിടെ ഉണ്ടല്ലേ. ഇവിടെ നടന്ന രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഇവിടെ എന്തുണ്ടാവുകയാണ്? വൈദ്യുതി ഉണ്ടാവുകയാണ്. ഇങ്ങനെ ഉണ്ടായ വൈദ്യുതി കാരണമാണ് ഈ ഒരു LED ലൈറ്റ് എന്ത് ചെയ്തത്? മിന്നിയത് അല്ലെങ്കിൽ കത്തിയത്. നോക്കൂ, ആസിഡും അതിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ലോഹങ്ങളും തമ്മിലുള്ള രാസപ്രവർത്തന ഫലമായാണ് ഇവിടെ വൈദ്യുതി ഉണ്ടായത്. രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാകുന്ന ഇത്തരം സംവിധാനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈദ്യുത രാസ സെല്ലുകൾ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ എന്ന് പറയും. അതായത് രാസപ്രവർത്തനം നടന്നിട്ട് അവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത്തരം ഉപകരണങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് വൈദ്യുത രാസ സെല്ലുകൾ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യം കണ്ട ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണത്തിൽ നമ്മൾ വൈദ്യുതി കൊടുത്തു, ആ വൈദ്യുതിയെ ഉപയോഗിച്ചുകൊണ്ട് രാസപ്രവർത്തനം നടന്നു. ഇപ്പൊ കണ്ടതിനകത്ത് എന്താണ്? ഇപ്പൊ രാസപ്രവർത്തനം നടന്നതിന്റെ ഫലമായിട്ട് വൈദ്യുതി ഉണ്ടായി. അപ്പൊ ഇത് രണ്ടും എന്തിന്റെ എക്സാമ്പിൾ ആണ്? നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. വൈദ്യുത രാസപ്രവർത്തനത്തിന്റെ ഉദാഹരണം ആണ്. ഓക്കെ, ഇനി ചെറുപ്പത്തിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ ഈ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ കാണിച്ചു തന്നിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടാവും. നമുക്ക് നാരങ്ങ കൊണ്ട് അല്ലെങ്കിൽ ഓറഞ്ച് കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ചെറിയൊരു LED ബൾബിനെ നമുക്ക് മിന്നിക്കാനായിട്ട് സാധിക്കും. ഇതേ പരിപാടി തന്നെയാണ്. ഇപ്പൊ നാരങ്ങ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആസിഡ് ഉണ്ടല്ലേ, സിട്രിക് ആസിഡ് ഉണ്ടല്ലോ, ആസിഡ് ഉണ്ട്. ഈ ആസിഡിൽ നമ്മൾ ഈ ചെമ്പും സിങ്കും നേരത്തെ കണ്ട പോലെ, ഇവിടെ കണ്ടതുപോലെ തന്നെ നമ്മൾ ചെമ്പിന്റെയും സിങ്കിന്റെയും ചെറിയ ചെറിയ ആണികൾ ഇങ്ങനെ കുത്തിവെക്കുന്നു. എന്നിട്ട് അവയെ പരസ്പരം നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ ഒരു LED നമ്മൾ വെച്ചിട്ടുണ്ടാവും. ഇവിടെ ആസിഡ് ഉണ്ട് അല്ലെ, ഇതിനകത്ത് ആസിഡ് ഉണ്ട്. ഈ ആസിഡും ഇതിൽ നമ്മൾ താഴ്ത്തി വെച്ചിരിക്കുന്ന ഈ ചെമ്പും സിങ്കും ലോഹങ്ങളും തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അങ്ങനെ വൈദ്യുതി ഉണ്ടാവുകയും ആ വൈദ്യുതി കാരണം ഈ ഒരു LED കത്തുകയും ചെയ്യുന്നു. ഇവിടെ നാരങ്ങ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ആസിഡ് കണ്ടന്റ് അത്രയും ഭയങ്കര സ്ട്രോങ് ആയിരിക്കില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ചെറിയ ലൈറ്റ് ഒക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കത്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരുപാട് നാരങ്ങയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? വൈദ്യുതി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ചെറുനാരങ്ങയിലും മറ്റു പഴവർഗ്ഗങ്ങളിലും ആസിഡുകൾ അടങ്ങിയിട്ടുണ്ടാവും. ഈ ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിച്ചാണ് ഇവിടെയും എന്തുണ്ടാകുന്നത്? വൈദ്യുതി ഉണ്ടാകുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോ നിങ്ങൾ നോക്കൂ, ഇങ്ങനെ രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ് വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ്. വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഇലക്ട്രോ പ്ലേറ്റിംഗ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോ സ്വർണം പൂശിയ ആഭരണങ്ങൾ കാണാറുണ്ട്, വെള്ളി പൂശിയ ആഭരണങ്ങൾ കാണാറുണ്ട് അല്ലെ.
അതിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഇരുമ്പായിരിക്കും ഉണ്ടാവുക. അതിന്റെ മേലേക്ക് നമ്മൾ സ്വർണം പൂശുന്നു അല്ലെങ്കിൽ വെള്ളി നമ്മൾ പൂശുന്നു. ഇങ്ങനെ ഒരു ലോഹത്തിന്റെ പുറത്ത് മറ്റു ലോഹങ്ങളുടെ ഒരു ആവരണം ഉണ്ടാക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ്. വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഓക്കെ, അപ്പൊ നോക്കിയോളൂ. ലോഹവസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് നമ്മൾ ആരെ ഉപയോഗിക്കുന്നടാ? വൈദ്യുതിനെ ഉപയോഗിക്കുന്നു. അപ്പൊ ഇതും ഒരു വൈദ്യുത രാസപ്രവർത്തനത്തിന്റെ എക്സാമ്പിൾ ആണ്. വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു രാസപ്രവർത്തനമാണ്. അപ്പോ സാധാരണ ഏതെങ്കിലും ഒരു ലോഹത്തിന്റെ പുറത്ത് മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്നു. ഈ പ്രക്രിയയാണ് നമ്മൾ വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. അപ്പൊ വൈദ്യുത ലേപനം ഒരു വൈദ്യുത രാസപ്രവർത്തനത്തിന്റെ ഉദാഹരണം ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ചിത്രത്തിലേക്ക് എല്ലാവരും നോക്കാം. ഇവിടെ നമ്മൾ കാണുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഒരു ഇരുമ്പ് വള കണ്ടോ? ഒരു ഇരുമ്പിന്റെ ഒരു വള കണ്ടു. ഈ ഇരുമ്പ് വളയിലേക്ക് നമുക്ക് എന്ത് പൂശണം? വെള്ളി പൂശണം. ഈ ഇരുമ്പിന്റെ വളയിലേക്ക് നമുക്ക് വെള്ളി പൂശണം. അതാണ് ഈ ഒരു ചിത്രീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതാ ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട് അല്ലെ. ബാറ്ററി വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് രാസപ്രവർത്തനം നടക്കുന്നത് അല്ലെങ്കിൽ ലേപനം നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബാറ്ററി എടുത്തിട്ടുണ്ട്. ഈ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു സ്വിച്ചും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മൾ എന്തുമായി കണക്ട് ചെയ്തിരിക്കുന്നു? വെള്ളി ദണ്ഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് നമുക്ക് പൂശേണ്ട ലോഹം ഏതാണ്? പൂശേണ്ട ലോഹം വെള്ളിയാണ് പൂശേണ്ടത്. ഇങ്ങനെ പൂശേണ്ട ഈ ലോഹത്തിനെ എടുത്ത് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടും, ഇനി എന്തിലേക്കാണോ പൂശേണ്ടത്, ഇരുമ്പ് വളയിലേക്കാണ് നമുക്ക് വെള്ളി പൂശേണ്ടത് അല്ലെ, അതിനെ നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്യുന്നു? അതിനെ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോ ഏത് ലോഹത്തിന്റെ ആവരണമാണോ നമ്മൾ ഉണ്ടാക്കേണ്ടത് അതിനെ നമ്മൾ എടുക്കേണ്ടത് ബാറ്ററിയുടെ ഏത് വശത്താണെന്ന് ചോദിക്കാം. അതിനെ നമ്മൾ എടുക്കേണ്ടത് പോസിറ്റീവ് സൈഡാണ് അല്ലെങ്കിൽ ആനോഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഏത് ലോഹമാണോ പൂശേണ്ടത് അവനെ നമ്മൾ എടുക്കേണ്ടത്. മനസ്സിലാക്കി വെച്ചിരിക്കണം കേട്ടോ. നിങ്ങൾ ആലോചിക്കാം, ഇപ്പോ ഇരുമ്പിനേക്കാളും വെള്ളി പൂശുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും എന്ന് ആലോചിക്കാം. അപ്പോ നമ്മുടെ ആ ഒരു വെള്ളിക്ക് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അതിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് പോസിറ്റിവിറ്റി ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അതിനെ പൂശാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ആ പൂശാൻ ഉപയോഗിക്കേണ്ട ലോഹത്തെ നമ്മൾ പോസിറ്റീവിലും മറ്റേ ഏതിലോട്ടാണോ നമ്മൾ പൂശുന്നത് അതിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുമാണ് എടുക്കേണ്ടതെന്ന് ആലോചിക്കുക. ഇനി ഇവിടെയും ഇലക്ട്രോലൈറ്റ് വേണമല്ലോ. ഇലക്ട്രോലൈറ്റ് വേണം അല്ലെ. അവിടെ നമ്മൾ ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നത് സിൽവർ സയനൈഡിന്റെയും സോഡിയം സയനൈഡിന്റെയും മിശ്രിതമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ സിൽവർ സയനൈഡിന്റെയും സോഡിയം സയനൈഡിന്റെയും മിശ്രിതം. ഇവിടെ നമുക്ക് ഈ ഒരു പ്രവർത്തനം നല്ല എളുപ്പത്തിലും വേഗത്തിലും നടക്കാൻ വേണ്ടിയിട്ട് അനുയോജ്യമായിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ഏതാണെന്ന് കണ്ടെത്തി ആ ഇലക്ട്രോലൈറ്റുകളാണ് നമ്മൾ ഈ ഒരു പ്രക്രിയക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇരുമ്പ് വളയുടെ പുറത്ത് വെള്ളി പൂശുന്ന അവസരത്തിൽ അവിടെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സിൽവർ സയനൈഡിന്റെയും സോഡിയം സയനൈഡിന്റെയും മിശ്രിതമാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ ഇരുമ്പ് വളയിൽ എന്ത് ചെയ്യും? വെള്ളി ലോഹത്തിന്റെ നേർത്ത പാളി ആവരണം ചെയ്യപ്പെടും. ഓക്കെ, ഇനി നമുക്ക് ഈ വെള്ളിക്ക് പകരം കോപ്പർ ആണ് പൂശേണ്ടതെങ്കിൽ നമ്മൾ ഇവിടെ എന്തെടുക്കണം? ഇവിടെ നമ്മൾ ചെമ്പ് അല്ലെങ്കിൽ കോപ്പറിന്റെ ദണ്ട് നമ്മൾ എടുക്കണം. ഇവിടെയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് കോപ്പർ സൾഫേറ്റ്. നേരത്തെ കണ്ട പോലെ കോപ്പർ സൾഫേറ്റിന്റെ ലായനിയാണ് നമ്മൾ താഴെ എടുക്കേണ്ടത്. കോപ്പർ ആണ് പൂശേണ്ടതെങ്കിൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇലക്ട്രോ പ്ലേറ്റിംഗ് മനസ്സിലായി. വൈദ്യുത ലേപനം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വൈദ്യുത ലേപനവും ഒരു വൈദ്യുത രാസപ്രവർത്തനത്തിന്റെ ഉദാഹരണമാണ്. അപ്പോ ഇലക്ട്രോളിസിസ് വൈദ്യുത വിശ്ലേഷണം പഠിച്ചു. പിന്നെ വൈദ്യുത രാസ സെല്ലുകൾ ഇലക്ട്രോകെമിക്കൽ സെൽസ് പഠിച്ചു. ഇലക്ട്രോ പ്ലേറ്റിംഗ് വൈദ്യുത ലേപനവും നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയും പഠിച്ചതിൽ നിന്ന് കഴിഞ്ഞ ആ ഒരു സെഷനും കൂടി പഠിച്ചതിൽ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി? താപം, പ്രകാശം, വൈദ്യുതി ഈ ഊർജ്ജ രൂപങ്ങൾ ഒരു രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഒന്നുകിൽ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഇങ്ങനെ ഊർജം ആഗിരണം, ഇതിൽ ഏത് ഊർജ്ജമാണെങ്കിലും കേട്ടോ, ഊർജം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ ഊർജാഗിരണ പ്രവർത്തനങ്ങൾ എൻഡോഎർജിക് റിയാക്ഷൻസ് എന്നും ഊർജത്തെ പുറത്തേക്ക് വിടുന്ന രാസപ്രവർത്തനങ്ങളെ ഊർജ മോചക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എക്സോർജിക് റിയാക്ഷൻസ് എന്നും നമുക്ക് എന്ത് ചെയ്യാം പറയാം. നമ്മൾ താപത്തിന്റെ കേസ് പഠിച്ചപ്പോൾ എക്സോതെർമിക്കും എൻഡോതെർമിക്കും പഠിച്ചില്ലേ? അതേപോലെ ജനറലൈസ് ചെയ്തുകൊണ്ട് ഏത് ഊർജ്ജമാണെങ്കിലും ശരി, താപമാണെങ്കിലും പ്രകാശമാണെങ്കിലും വൈദ്യുതി ആണെങ്കിലും ആഗിരണം ചെയ്യുകയാണെങ്കിൽ എൻഡോ എർജിക്ക് ഊർജാഗിരണ പ്രവർത്തനം എന്നും പുറത്തേക്ക് വിടുകയാണെങ്കിൽ ഊർജ മോചകം എക്സോർജിക് റിയാക്ഷൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വിളിക്കാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ ഒരുമിച്ച് എഴുതിയിരിക്കുക കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ച കാര്യത്തെ ഒരുമിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുതി നോക്കാം സ്വന്തമായിട്ട്. രാസമാറ്റം, മെഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡുമായുള്ള പ്രവർത്തനം കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചതാണ്. താപത്തെ പുറത്തേക്ക് വിടുന്നു അല്ലെ. ഇങ്ങനെ നമ്മൾ ഓരോന്നും പഠിച്ചു. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്സിജൻ പുറത്തേക്ക് വിട്ടപ്പോൾ താപത്തെ സ്വീകരിച്ചു, പഠിച്ചില്ലേ? ഓർമ്മയുണ്ടോ?
അത് നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ ലാസ്റ്റ് ഈ ഭാഗത്ത് നമുക്ക് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് പലതരം സെല്ലുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പലതരം സെല്ലുകൾ. ഓക്കെ, നമ്മൾ കാണുന്ന സെല്ലുകളാണ് ഇതാ ഇങ്ങനെ നമ്മുടെ ഡ്രൈ സെല്ല്, ചുവന്ന നിറത്തിലുള്ള ഡ്രൈ സെൽ ഉണ്ടല്ലോ, ഡ്രൈ സെൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലേ ഡ്രൈ സെല്ലുകൾ. ഈ ഡ്രൈ സെല്ലുകൾ നമ്മൾ റേഡിയോയിലും ക്യാമറയിലും ക്ലോക്കിലും സാധാരണ ടോയ്സിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രൈ സെല്ലിനെയാണ്. ഇനി ഈ ചെറിയ സെല്ല് കണ്ടിട്ടില്ലേ, വാച്ചിലൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെല്ലുകള്, കാൽക്കുലേറ്ററിലും ഒക്കെ, ഇത് മെർക്കുറി സെല്ലാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ബട്ടൺ സെൽ എന്ന് വിളിക്കും. മെർക്കുറി സെൽ അല്ലെങ്കിൽ ബട്ടൺ സെൽ എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ബട്ടൺ സെൽ. വാച്ച്, കാൽക്കുലേറ്റർ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇതിനകത്തൊക്കെ നമുക്ക് ഈ ഒരു ബട്ടൺ സെല്ല് കാണാൻ പറ്റും. നിക്കൽ കാഡ്മിയം സെല്ല്. നിക്കൽ കാഡ്മിയം എന്ന് പറയുമ്പോൾ നിക്കൽ എന്ന് പറയുന്ന ആളും കാഡ്മിയം എന്ന് പറയുന്ന ആളിനെയും ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിരുന്ന സെല്ലുകളാണ് നിക്കൽ കാഡ്മിയം സെല്ലുകൾ. നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന റീചാർജ് ചെയ്യുന്ന ടോർച്ചുകൾ, നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ടോർച്ചുകൾ, ക്യാമറകൾ, അങ്ങനത്തെ ഉപകരണങ്ങൾക്കകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് നിക്കൽ കാഡ്മിയം സെല്ലുകളാണ്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ലാസ്റ്റ് വൺ, ലിഥിയം അയോൺ സെൽ. എന്താണ് ലിഥിയം അയോൺ സെൽ? നമ്മുടെ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ ഉള്ള ബാറ്ററി ഇല്ലേ, അതൊക്കെ എന്ത് ബാറ്ററി, എന്ത് സെല്ലാണ്? ലിഥിയം അയോൺ സെല്ലാണ്. ലിഥിയം അയോൺ ബാറ്ററിയാണ് നമ്മൾ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് വായിച്ച് വെച്ചിരിക്കുക. ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന സെല്ലുകൾ എന്ന് പറയുന്നത് ഈ നിക്കൽ കാഡ്മിയം സെല്ലും ലിഥിയം അയോൺ സെല്ലും നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന സെല്ലുകളാണ്. ബാക്കി നമ്മുടെ മെർക്കുറി സെല്ലാണെങ്കിലും ഡ്രൈ സെല്ലാണെങ്കിലും ഒക്കെ ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കലാണ് പതിവ്. നമുക്ക് വീണ്ടും അതിനെ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അടുത്ത ഇവിടെ വായിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം വൈദ്യുത ചാർജുള്ള കണികകൾ എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഓർമ്മയുണ്ടോ, കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന ആള് വിഘടിച്ച കാര്യം പഠിച്ചത് ഓർമ്മയുണ്ടോ? കോപ്പർ സൾഫേറ്റ് വിഘടിച്ചിട്ട് Cu2+ഉം SO4 2- മാറി എന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്. ഇങ്ങനെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉള്ള കണങ്ങളുണ്ട് അല്ലെ, ഈ കണങ്ങളെ നമ്മൾ അയോണുകൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? അയോണുകൾ എന്ന് വിളിക്കും. അയോണുകൾ എന്ന് വിളിക്കും. പോസിറ്റീവ് ചാർജുള്ള അയോണുകളും ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള അയോണുകളും ഉണ്ട്. ഇതൊക്കെ നമുക്ക് വലിയ ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ ഇതിന്റെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓരോന്നിനും പേരുകളൊക്കെ ഉണ്ട്, അത് പറയുന്നില്ല. ജസ്റ്റ് ഇതൊന്ന് നോക്കി വെച്ചിരിക്കുക. സോഡിയം Na+ ആണ്, പൊട്ടാസ്യം K+ അയോൺ, സിങ്ക് Zn2+, മെഗ്നീഷ്യം Mg2+, കാൽഷ്യം Ca2+. ഇത് അയോൺ ആണ് കേട്ടോ, കാൽഷ്യത്തിന്റെ അയോൺ ആണ് ഇങ്ങനെ എഴുതാം. വെറുതെ കാൽഷ്യം എന്ന് പറയുമ്പോൾ Ca എന്ന് മാത്രമേ എഴുതും. Ca2+ എന്ന് പറയുമ്പോൾ കാൽഷ്യം അയോൺ ആണ്, അതൊരു പോസിറ്റീവ് അയോൺ ആണ്. കോപ്പർ Cu2+. കേട്ടോ, ലോഹങ്ങളെല്ലാം പൊതുവെ പ്ലസ് അയോണുകളാണ്. അതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വഴിയെ ചാപ്റ്ററുകളിൽ പഠിക്കാം. നെഗറ്റീവ് അയോൺ എന്ന് പറയുമ്പോൾ ക്ലോറൈഡ് അയോൺ, ക്ലോറിൻ അയോൺ എന്ന് പറയില്ല, ക്ലോറൈഡ് അയോൺ എന്നാണ് പറയുന്നത്, Cl-. കാർബണേറ്റ് അയോൺ, CO3 എന്ന് പറഞ്ഞാൽ കാർബണേറ്റ് ആണ്, അതിന്റെ കൂടെ 2- കൂടി വരുമ്പോൾ അത് കാർബണേറ്റ് അയോൺ ആയിട്ട് മാറി. സൾഫേറ്റ് അയോൺ, നമ്മൾ ഇവിടെ നേരത്തെ കണ്ടത് സൾഫേറ്റ് അയോണിനെയാണ് അല്ലെ, SO4 2- കണ്ടോ, ഈ സൾഫേറ്റ് അയോൺ ആണ് SO4 2-. നൈട്രേറ്റ് അയോൺ NO3-. NO3 എന്ന് പറഞ്ഞാൽ നൈട്രേറ്റ്, അവിടെ ഒരു മൈനസ് കൂടി വന്നു കഴിഞ്ഞാൽ NO3-, നൈട്രേറ്റ് അയോൺ. ഓക്സൈഡ് അയോൺ O2-. ഓക്സൈഡ് അയോൺ എന്ന് പറയുമ്പോൾ O2-. നേരത്തെ നമ്മൾ കാർബണേറ്റ് കണ്ടില്ലേ, CO3 2-, അത് ബൈകാർബണേറ്റ് ആകുമ്പോൾ, ഇത് ഒറ്റ വാക്കാണേ, ബൈകാർബണേറ്റ് ആകുമ്പോൾ അവിടെ H കൂടെ കടന്നു വരും. HCO3- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HCO3- എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈകാർബണേറ്റ് അയോൺ ആണ്. കാർബണേറ്റ് വന്നപ്പോൾ CO3 2- ആയിരുന്നു, ബൈകാർബണേറ്റ് വരുമ്പോൾ HCO3- ആണ് വരുന്നത്, അത് നെഗറ്റീവ് അയോൺ ആണ്, ബൈകാർബണേറ്റ് അയോൺ ആണ്. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. പിന്നെ നമ്മുടെ ഈ ബാറ്ററി ഒക്കെ കേടായി കഴിയുമ്പോൾ നമ്മൾ വെറുതെ പരിസരത്തിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള പല രാസവസ്തുക്കളും നമ്മുടെ മണ്ണുമായിട്ട് കലരുകയും ഒരുപാട് മലിനീകരണം ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അതിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത്രയാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ രാസപ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ചാപ്റ്റർ, രാസമാറ്റങ്ങൾ, കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ 2 ഭാഗങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് നിങ്ങൾക്ക് താഴെ കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്